ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല ഇവിടെയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൊവ്വാദോഷത്തിന് വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊവ്വാദോഷ പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആചാര്യന്മാരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഈ ഒരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നതേയില്ല. നമ്മൾ ഈ സമാധിയെക്കുറിച്ച് പറഞ്ഞ ആ കുടുംബത്തെ കളിയാക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരകർമ്മം നടത്താൻ പോയവർ, ശത്രുസംഹാര പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തവർ, അതേപോലെ കയ്യിൽ ഏലസും പിന്നെ അരയിൽ ഏലസും കിട്ടി നല്ല ഭർത്താവിനെ കിട്ടാനും കൂടുതൽ മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോഴും കൂടോത്രം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ഈ കുടുംബത്തിൻ്റെ അതേ മാനസിക നിലയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ പരിഹസിക്കാൻ ഞാനില്ല. ആ കുടുംബത്തിന് താരതമ്യേന വിദ്യാഭ്യാസപരമായും നിയമസാക്ഷരതയും കുറവുള്ള ഒരു കുടുംബമാണ്. ഞാനിന്ന് ഈ രണ്ടുപേരോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു, മകനോട് സംസാരിച്ചു. കാര്യമായ ഒരറിവും അവർക്കില്ല. ഈ ലോകത്തെക്കുറിച്ച് തന്നെ കൃത്യമായ ധാരണയില്ല. ഈ സമൂഹം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല.